ഭയം എന്നത് അപകടങ്ങളോ ഭീഷണികളോ ഉള്ള പ്രതികരണമായി ഉണ്ടാകുന്ന അസുഖകരമായ വികാരമാണ്. ഭയം മനുഷ്യസഹജമായ ഒരു വികാരമാണ്. നമ്മൾ ഇഷ്ടപ്പെടാതെ തന്നെ ജന്മനാ നമ്മളോടൊപ്പം കൂടുന്നത്. ഫോബിയ എന്നാൽ അമിതമായ പേടി, അതായത് നോർമലി ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. പ്രധാനമായി 3 തരത്തിലുള്ള ഫോബിയാസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, അഗോറാഫോബിയ. ഇറ്റ് ഈസ് എ ഫിയർ ഓഫ് ഓപ്പൺ ഓർ പബ്ലിക് സ്പേസസ്, ഓഫൺ അക്കംപനീഡ് ബൈ എ ഫിയർ ഓഫ് ബീയിങ് അനേബിൾ ടു എസ്കേപ്പ്. ഒരു പബ്ലിക് സ്പേസിൽ പെട്ടുപോയാൽ അവിടെ നിന്നും എസ്കേപ്പ് ആവാൻ കഴിയാതെ വരുന്ന അവസ്ഥ. സെക്കൻഡ് വൺ, സോഷ്യൽ ഫോബിയ ഓർ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ. ഇറ്റ് ഈസ് എ ഫിയർ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് സിറ്റുവേഷൻസ്. മറ്റുള്ളവരുമായി ഇടപെടാനുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ, സ്പെസിഫിക് ഫോബിയ. ഇറ്റ് ഈസ് എ ഫിയർ ഓഫ് പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻസ്. ഏതെങ്കിലുമൊക്കെ വസ്തുവിനെയോ അവസ്ഥയെയോ സാഹചര്യങ്ങളെയോ ഭയക്കുന്നതാണ് ഈ അവസ്ഥ. ഈ സ്പെസിഫിക് ഫോബിയയിൽ വീണ്ടും 5 തരമുണ്ട്. DSM-5 എന്നറിയപ്പെടുന്നവയാണ് ഇവ. 1, അനിമലിനോടുള്ള ഭയം. 2, നാച്ചുറൽ എൻവയോൺമെന്റിനോടുള്ള ഭയം. 3, ബ്ലഡ്, ഇഞ്ചക്ഷൻസ്, ഇഞ്ചറി എന്നിവയോടുള്ള ഭയം. 4, സിറ്റുവേഷണൽ ഭയം. പിന്നെ മറ്റുള്ളവ. ഇവയെ പറ്റിയുള്ള ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അക്രോഫോബിയ ഈസ് ആൻ എക്സ്ട്രീം ആൻഡ് ഇറാഷണൽ ഫിയർ ഓഫ് ഹൈറ്റ്. ഉയരത്തെ ഭയപ്പെടുന്ന അവസ്ഥ. ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉയരത്തിലേക്ക് പോകുന്നതോ ഉയരം കൂടിയ പ്രദേശങ്ങളിലേക്ക് എത്തപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ ഭയപ്പെടുകയും ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ പെട്ടുപോയാൽ ഇവർക്ക് ഹൃദയമിടിപ്പ് കൂടുകയും തലകറക്കം, വിയർക്കുക, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഛർദി എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകും. തന്റെ പാസ്റ്റിൽ ഉണ്ടായ ഏതെങ്കിലും ട്രോമാറ്റിക് സിറ്റുവേഷൻസ്, ജനറ്റിക് വേരിയേഷൻസ് മൂലമൊക്കെ അക്രോഫോബിയ ഉണ്ടാകുന്നുണ്ട്. CBT, എക്സ്പോഷർ തെറാപ്പി, വിർച്വൽ റിയാലിറ്റി എക്സ്പോഷർ തെറാപ്പി, ചില മെഡിക്കേഷൻസ്, റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് അക്രോഫോബിയ എന്ന അവസ്ഥയെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോബിയയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഫ്രം അച്ചീവർ സ്റ്റഡി വ്ലോഗ്.